നമസ്കാരം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നാളത്തെ ഏറ്റവും വലിയ ഭാഗ്യശാലികളായിരിക്കാം. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ലക്ഷക്കണക്കിന് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു രഹസ്യമാണ്. ഏപ്രിൽ 15 വിഷുവാണ്. ഈ ഒരൊറ്റ ദിവസം ചില നക്ഷത്രജാതകരുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുന്നു. ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണ്? അവർ ഈ ദിവസം എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ ആ ഭാഗ്യം ഇരട്ടിയാകും? ഇതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ പൂർണ്ണമായും പറയും. ഒരു കാര്യം അവസാനം വരെ കണ്ടിരിക്കുക. ഒരൊറ്റ നക്ഷത്രം മിസ്സായാൽ പോലും നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരും. കാരണം ഈ നക്ഷത്രജാതകരിൽ ഒരാൾ നിങ്ങളുടെയും വീട്ടിലുണ്ടാകാം. അങ്ങനെ ഭാഗ്യത്തിൻ്റെ നെറുകയിലെത്തുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സുഹൃത്തുക്കളെ, വിഷു ഇത് വെറുമൊരു ഉത്സവമല്ല. കണി കണ്ടെഴുന്നേൽക്കുന്ന ആ നിമിഷം, കൈനീട്ടം വാങ്ങുന്ന ആ നിമിഷം, ആദ്യം കണ്ടത് ഓർക്കുന്ന ആ നിമിഷം, ഇതൊക്കെ ആ ദിവസം ഒരു ശക്തിയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ജ്യോതിഷശാസ്ത്രം പറയുന്നത് ഇതാണ്. ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യൻ. സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിവ്യ നിമിഷം ഒരു പുതിയ ജ്യോതിഷ വർഷം ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ജനിക്കുകയാണ്. ഈ ദിവസം ഒരു കോസ്മിക് റീസെറ്റാണ്. ചിലർക്ക് ഒരു സാധാരണ ദിവസമാണ്, എന്നാൽ ചിലർക്ക് ഈ ദിവസം ജീവിതം തന്നെ മാറ്റുന്ന ഒരു ടേണിംഗ് പോയിൻ്റാണ്. ആ ചിലർ ആരൊക്കെയാണ് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ നക്ഷത്രഫലം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് വ്യക്തിഗതമായ ജ്യോതിഷ പരിഹാരം അറിയണം എന്നുണ്ടെങ്കിൽ, ജന്മനക്ഷത്രം അനുസരിച്ചുള്ള പ്രത്യേക പരിഹാരം അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് സൗജന്യ കൺസൾട്ടേഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് നക്ഷത്രങ്ങളിലേക്ക് വരാം. ആദ്യത്തെ ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രം തന്നെയാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉറക്കമൊഴിഞ്ഞ് പ്രയത്നിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ വിജയം, ആ സ്വപ്നം ഒരു ചെറിയ ദൂരത്ത് നിൽക്കുന്നു എന്ന് തോന്നിയിട്ടില്ലേ? ഇനി അങ്ങനെ ആകില്ല. ഈ വിഷു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റാണ്. സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. എത്ര വലിയ സാമ്പത്തിക നിവൃത്തിയില്ലായ്മ ഉണ്ടായിരുന്നു എങ്കിലും അതൊക്കെ പാടെ മാറി ഒരു വലിയ സമ്പന്നനാകാനുള്ള ഒരു നേട്ടം നിങ്ങൾക്ക് വന്നു ചേരുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വരുമാനം നിങ്ങൾക്ക് വന്നു ചേരുന്നു. ജോലിയിലോ ബിസിനസ്സിലോ ഉള്ള ഉയർച്ചയാവാം. ഇതൊക്കെ ഒരുമിച്ച് വരാൻ പോവുകയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ്. ഭാഗ്യം തേടി വരുന്ന സമയമാണ്. നിങ്ങൾക്ക് ലോട്ടറി എടുത്താൽ അടിക്കുന്ന സമയം കൂടിയാണ്. നിങ്ങളുടെ ഭാഗ്യ സംഖ്യ 4ആണ്. ഈ ദിവസം 4-ാം തീയതി അല്ലെങ്കിൽ 4-ൽ അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റൊക്കെ എടുത്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 4ആണ്. ഭാഗ്യ ദിവസവും 4-ാം തീയതി തന്നെയാണ്. അപ്പോൾ 4-ൽ അവസാനിക്കുന്ന ടിക്കറ്റൊക്കെ ഒന്ന് എടുത്ത് ഒരു ഭാഗ്യം പരീക്ഷിച്ചോളൂ. രണ്ടാമത്തെ ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് മകയിര നക്ഷത്രമാണ്.
മകയിര നക്ഷത്രക്കാരെ, നിങ്ങൾ ഒരുപാട് കാലം കാത്തിരുന്നു. ദൈവം നിങ്ങൾക്ക് മറന്നുപോയോ എന്ന് സംശയം തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. ഇല്ല, ദൈവം മറന്നിട്ടില്ല. ആ കാത്തിരിപ്പ് ഇനി അവസാനിക്കുകയാണ്. ഈ വിഷുദിനം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോടീശ്വര യോഗം വരെ സാധ്യതയുണ്ട്. ഞാൻ ഉറപ്പോടെ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. സാമ്പത്തികമായി വലിയൊരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോവുകയാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 6 6-ൽ അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റൊക്കെ എടുക്കുക. 6-ാം തീയതിയൊക്കെ ഭാഗ്യം പരീക്ഷിക്കുക. നല്ലൊരു ഭാഗ്യം നിങ്ങൾക്കുമുണ്ടാകും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, പാൽപ്പായസമൊക്കെ നടത്തുക. അടുത്ത നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്ര ജാതകർ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഒരു ലോട്ടറി ആകാം, അതല്ലെങ്കിൽ ഒരു ജോലിയാകാം, അല്ലെങ്കിൽ വലിയൊരു തുകയാകാം. ഈ വിഷു ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ദിവസമാണ്. പഠനത്തിലും ജോലിയിലും ലോട്ടറിയിലും ഒരേ സമയം ഭാഗ്യം തെളിഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 7-ഉം 9-ഉമാണ്. ഈ 2 നമ്പറുകളും നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സമ്പാദിക്കുവാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ കയ്യിൽ നിൽക്കുന്നില്ല. ഇത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ദോഷം ഇനി മാറുകയാണ്. ഈ വിഷുദിനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സ്ഥിരത കൊണ്ടുവരും. ഇനി സമ്പാദിക്കുന്നത് നിൽക്കും. കുടുംബത്തിന് അത് ഉതകും. ഭാഗ്യസംഖ്യ 6-ആണ്. 6-ാം തീയതിയൊക്കെ ലോട്ടറി എടുക്കുക. 6-ാം തീയതി ലോട്ടറി എടുത്താൽ അടിക്കാനുള്ളൊക്കെ ചാൻസ് കൂടുതലാണ്. അതുപോലെ 6 അവസാനിക്കുന്ന നമ്പരൊക്കെ എടുക്കുക. തീർച്ചയായും ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഇതുവരെ കേട്ടത് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനിയും 4 നക്ഷത്രങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രമനുസരിച്ച് വ്യക്തിഗത ജ്യോതിഷ പരിഹാരം അറിയണം എന്നുണ്ടെങ്കിൽ, ഏത് ദോഷമാണ് ബാധിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാട്സാപ്പ് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് വരാം. ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം പ്രയോജനം നേടിക്കഴിഞ്ഞു. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാരെ, നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ കഷ്ടപ്പാടുകൾ, ആ കണ്ണീർ, ആ ഉറക്കമില്ലാത്ത രാത്രികൾ, ഇനി അതെല്ലാം അവസാനിക്കുകയാണ്. ഈ വിഷു നിങ്ങൾക്കൊരു പ്രതീക്ഷയുടെ വെളിച്ചം കൊണ്ടുവരും. ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്നതൊക്കെ ഒന്നൊന്നായി സഫലമാകും. ദൈവം നിങ്ങൾക്ക് ഉറപ്പു നൽകുന്ന ഒരു ഭാഗ്യ ദിവസമാണിത്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 2-ആണ്. തീർച്ചയായും ഭാഗ്യം നിങ്ങളെ കൈവിടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യ നക്ഷത്രക്കാരെ, കടം, ബാധ്യതകൾ, അതൊക്കെ എങ്ങനെ തീർക്കും എന്ന ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ ദിവസം ആ ഭാരം ഒന്നൊന്നായി കുറഞ്ഞു വരും. ഇത് വിഷുവാണ്. ഇത് മാജിക്കൽ പ്രോമിസ് അല്ല. ഇത് ഗ്രഹനില നൽകുന്ന ഉറപ്പാണ്. ആത്മവിശ്വാസം തിരികെ വരും. ജീവിതം ശ്വസിക്കാൻ ആകും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 5-ആണ്. 5-ാം തീയതി ലോട്ടറിയൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. 5-ൽ അവസാനിക്കുന്ന നമ്പരൊക്കെ എടുക്കുക. അടുത്ത നക്ഷത്രം മകമാണ്. മകൻ നക്ഷത്ര ജാതകരെ, ഇതൊന്ന് ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ലിസ്റ്റിൽ ലോട്ടറി ഭാഗ്യം ഏറ്റവും ശക്തമായി നിൽക്കുന്ന നക്ഷത്രം ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും മകമെന്ന്. ഈ വിഷുദിനത്തിൽ നിങ്ങൾ ലോട്ടറി എടുക്കുക. ഭക്തിയോടെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്കൊരു വലിയ ആശ്ചര്യം കരുതി വച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 7-ആണ്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഈ ലിസ്റ്റിലെ അവസാനത്തെ നക്ഷത്രം. പക്ഷേ ഭാഗ്യത്തിൽ ഒട്ടും കുറവിലല്ല ഉത്രട്ടാതി നക്ഷത്ര ജാതകർ. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾക്ക്
ഇനി വിരാമം വരികയാണ്. സാമ്പത്തിക ഞെരുക്കം മാറും, കുടുംബത്തിൽ സമാധാനം വരും, ജീവിതം ഒരു പൂർണ്ണമായ രൂപം എടുക്കും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 6 സുഹൃത്തുക്കളെ, ഈ 8 നക്ഷത്രക്കാരിൽ നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ ഉണ്ടെങ്കിൽ ഈ വിഷുദിനം 3 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുക. 1. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തൂ. കഴിയുമെങ്കിൽ ഗുരുവായൂർ തന്നെ പോവുക. 2. കണി കണ്ടതിന് ശേഷം ഒരു നിമിഷം കണ്ണടച്ച് മനസ്സിൽ ആഗ്രഹം പറയൂ. ദൈവം തീർച്ചയായും അത് കേൾക്കും. 3. നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഓർമ്മ വെച്ച് ആ ദിവസം ലോട്ടറി എടുക്കൂ. ഈ ചെറിയ കാര്യങ്ങൾ ഈ ദിവ്യ ദിവസം ചെയ്താൽ ഭാഗ്യം നിങ്ങളെ തേടി വരും. ഒരു അവസാന കാര്യം, ഈ നക്ഷത്രഫലം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഇതുവരെ ഭാഗ്യം വന്നില്ല? എൻ്റെ ജീവിതത്തിലെ ദോഷം എന്താണ്? ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാട്സപ്പ് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. നിങ്ങളുടെ ജന്മനക്ഷത്രവും ജനന തീയതിയും പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ വ്യക്തിഗത ജ്യോതിഷ പരിഹാരം ലഭിക്കും. സുഹൃത്തുക്കളെ, ഈ വിഷുദിനം നിങ്ങൾ ഓരോരുത്തർക്കും ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരട്ടെ. ഈ 8 നക്ഷത്രങ്ങളിൽ നിങ്ങൾ ഏതിൽ പെടുന്നു എന്ന് കമൻറ്റിൽ എഴുതൂ. ഈ വീഡിയോ ഒരുപക്ഷെ മറ്റൊരാളുടെ ജീവിതം മാറ്റിയേക്കാം. അതുകൊണ്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരം ഭാഗ്യഫലങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വിഷു ആശംസകൾ. ഓം നമഃ ശിവായ.